അച്ഛനും അമ്മേനൊക്കെ നല്ലപോലെ നോക്കുക. ഒഴിവ് സമയങ്ങളൊക്കെ ലൈഫിൽ കിട്ടുമ്പോൾ കൂടുതൽ മൊമെന്റും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക. അവരെ പുറത്തു കൊണ്ടുപോവുക, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ സ്വപ്നം. കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ സ്വപ്നമായിരിക്കാം ഒട്ടുമിക്കവരുടെയും, അല്ല മെജോറിറ്റി പേരുടെയും. എന്റെ പൊന്നുമക്കളെ, ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികളില്ലാത്ത ലൈഫ് ഉണ്ടോടാ? എല്ലാം വിരൽത്തുമ്പിൽ കൊണ്ടുതരുന്നത്, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒന്നിനെ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റില്ലടാ. എല്ലാ സാധാരണക്കാരന്റെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. പടച്ചോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസിനെയും നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളായിട്ട് തന്നെ അതിനെ കണ്ടുപിടിക്കണം. യു മസ്റ്റ് ഫൈൻഡ് ഇറ്റ്, യു മസ്റ്റ് ലേൺ ഹൗ ടു സോൾവ് ഇറ്റ്. നിങ്ങൾ അത് പരിഹരിക്കാൻ നിങ്ങൾ തന്നെ പഠിക്കണം മക്കളെ. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ സമയം കളയുന്നു. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ഡിപ്രസ്ഡ് ആകുന്നു. പഠിക്കാൻ സമയമില്ല സാറേ, ഒരു ചാപ്റ്ററും അറിയില്ല സാറേ, ഈ എക്സാം ടഫായി സാറേ, എനിക്ക് ബയോളജി ഒന്നും അറിയില്ല സാറേ, എനിക്ക് കെമിസ്ട്രി ഫിസിക്സും മാത്സും ഒന്നും അറിയില്ല സാറേ എന്ന് വിഷമിച്ച് നിന്റെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നീ സമയം കളയുമ്പം തൊട്ടപ്പുറത്തൊരു കൂട്ടമുണ്ടടാ, ഈ സമയം കടന്നു പോകും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലൊരു ജീവിതം വരുന്നുണ്ട്, നാളെ നല്ലൊരു കാലം എനിക്ക് വരുന്നുണ്ട്, ഇന്നത്തെ ഈ ദുരിതങ്ങൾ കഴിഞ്ഞാൽ നാളെ എനിക്കൊരു പ്രത്യാശയുടെ കാലമുണ്ട് എന്ന് കരുതി വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട് മക്കളെ. അവരെ കണ്ടു പഠിക്കടാ.